തലസ്ഥാനത്ത് സൂര്യതപമേറ്റ് മരണം. ഇടവ വെൺകുളം സ്വദേശി ഷൈനാണ് മരിച്ചത്. വെൽഡിംഗ് തൊഴിലാളിയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വിവരങ്ങളുമായി MS വീണ ചിരികയാണ്. വീണ, ദാരുണമായ ഒരു സംഭവം. സൂര്യതപമേറ്റ് ഒരു മരണം. ഇടവ സ്വദേശിയാണ് മരിച്ച ഷൈൻ. ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. മറ്റു വിശദാംശങ്ങളും എന്തൊക്കെയാണ് വീണ? KP, അതിദാരുണമായ സംഭവമാണ്. ചൂട് നമുക്ക് അസഹനീയമായി അനുഭവപ്പെടുന്ന ദിവസമാണ് കടന്നു പോകുന്നതും ഇനിയുള്ള ദിവസങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ഇടവ വെൺകുളം സ്വദേശിയായ ഷൈൻ 40-കാരനാണ് സൂര്യാതപമേറ്റ് മരണപ്പെട്ടിരിക്കുന്നത്. ഈ മാസം 18-ന് ബിൽഡിംഗ് തൊഴിലാളിയായിരുന്നു. ജോലി ചെയ്യുന്നതിനിടയിൽ സൂര്യാതപമേറ്റുകയും കുഴഞ്ഞു വീണു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് ഇദ്ദേഹത്തെ ആദ്യം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത്. അവിടെ വെച്ച് ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ സൂര്യാതപമാണ് ഇദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി തീർന്നതെന്ന് മനസ്സിലാക്കുകയും തുടർന്ന് കൂടുതൽ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് ഷൈൻ മരണപ്പെട്ടത്. ഇന്ന് തന്നെ ശവസംസ്കാര ചടങ്ങുകളടക്കം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. ചൂട് കൂടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിക്കണമെന്ന് കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിലും ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. KP, അപ്പോൾ വീണ, ഈ 2 ദിവസം കൂടി കനത്ത ചൂട് തുടരും, അല്ലെങ്കിൽ ചൂട് അസഹനീയമായ രീതിയിലേക്ക് മാറുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെയാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. അല്പസമയം പറഞ്ഞു വെച്ചതുപോലെ തന്നെ കണ്ണൂരിൽ സൂര്യതപമേൽക്കുന്നു, ഇവിടെ തലസ്ഥാനത്ത് ഒരു മരണം സംഭവിക്കുന്നു. അങ്ങനെ ആശങ്കപ്പെടുത്തുന്ന അതീവ ജാഗ്രത ആവശ്യമായ ഒരു സാഹചര്യമാണ് നിലവിലല്ലേ? തീർച്ചയായും KP, ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും അവനവൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങൾക്കായി സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചൂട് അസഹനീയമാണ്. പുറത്ത് ജോലി ചെയ്യുന്ന, പുറത്തിറങ്ങി പണിയെടുക്കുന്ന തൊഴിലാളികളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. രാവിലെ 10 മണി മുതൽ 3 മണി വരെ ശരീരത്ത് നേരിട്ട് സൂര്യാതപം അല്ലെങ്കിൽ സൂര്യ വെളിച്ചമേൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗം ചേരുകയും തണ്ണീർ പന്തലടക്കം സ്ഥാപിക്കുന്ന നിർദ്ദേശങ്ങളടക്കം അധികൃതർക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും ധാരാളം വെള്ളം കുടിക്കുക, പെട്ടെന്ന് ദഹനം സംഭവിക്കുന്ന ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, നിർജ്ജലീകരണം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക, ക്ഷീണമോ തളർച്ചയോ ശാരീരിക ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ചികിത്സ തേടുവാനുള്ള നിർദ്ദേശങ്ങൾ കൂടിയാണ് ഈ സാഹചര്യത്തിലും നിലനിൽക്കുന്നത്. KP, തലസ്ഥാനത്ത് സൂര്യതപമേറ്റ് മരണം. ഇടവ വെൺകുളം സ്വദേശി ഷൈനാണ് മരിച്ചത്. വെൽഡിംഗ് തൊഴിലാളിയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. MS വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.